തിരുവനന്തപുരം ജില്ലയിലെ നവരയെന്നും കൊല്ലം ജില്ലയിലെ കിളിമീൻ എന്നൊക്കെ പറയുന്ന ചുമന്ന മീനില്ലേ, മലബാറുകാരുടെ പുയ്യാപ്ല, അതൊരെണ്ണം ഫുള്ളെടുത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും തിരുമ്മി പുരട്ടി എണ്ണയിൽ വറുത്ത് കോരുകയാണ്. ആ മീൻ ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കൊച്ചുള്ളി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണേ. അതിനിടയ്ക്ക് എൻ്റെ മീൻകറി റെഡിയായിക്കൊണ്ടിരിക്കുന്നതാണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നേ. പൊള്ളിക്കുന്ന വാഴയില അത്യാവശ്യമാണ്. അപ്പം ഞാൻ അതിനായിട്ടൊരു വാഴയില ചെറിയ ഫ്ലെയിമിൽ വെച്ച് എടുത്തിട്ടുണ്ട്. എണ്ണയിലേക്കിട്ട കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, പിന്നെ ഇഞ്ചി ഇത്രയും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പൊടികളും കൂടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന്റെ പച്ചച്ചുവയൊന്ന് മാറി വന്നോട്ടെ. അതിന്റെ പച്ചച്ചുവ മാറി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങാപ്പാല്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാലിൽ ഈ കൂട്ട് വെന്ത് കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തേങ്ങാപ്പാലിൽ കിടന്ന് ആ കൂട്ട് വെന്ത് കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ വാട്ടി വെച്ച വാഴയിലേക്ക് ഞാൻ ആ കൂട്ട് പതിയെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ വറുത്ത മീനിനെ വെച്ചു കൊടുക്കും. ഇനി ഈ മീനിന്റെ മുകളിലേക്കും ബാക്കിയുള്ള കൂട്ടിനെ ഞാൻ നിരത്തുകയാണേ. ഇതുപോലെ നിരത്തി ഈ ഇല പൊതിഞ്ഞെടുക്കണം. ഞാൻ ആ വാഴ നാരുകൊണ്ട് തന്നെ ഭദ്രമായിട്ട് കെട്ടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു തവ ചൂടാക്കിയോ ചീനച്ചട്ടി ചൂടാക്കിയോ നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കാതെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. എൻ്റെ അടുത്ത മീൻകറിയും റെഡിയായി വരുന്നുണ്ട്. ഒരു വശം ഇലയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുത്ത് പൊള്ളിച്ചെടുക്കണേ. മീൻ പൊള്ളിച്ചത് ഞാൻ തുറന്നിട്ടുണ്ട്. അതിൻ്റെ നാരൊക്കെ കെട്ടിവെച്ച നാരൊക്കെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകും. നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ അതും കരിഞ്ഞു പോകുമല്ലേ, അതുകൊണ്ട് തുറക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതാ തുറന്നപ്പോൾ നല്ല ആവി പറക്കുന്ന മീൻ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടി ഒരു 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.